വെൽക്കം ടു നിലമ്പൂർ തേക്ക് വുഡ് ആൻഡ് ഫർണിച്ചർ. ഇന്ന് നമ്മൾ റിവ്യൂക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 3 ഡോർ അലമാരയും തേക്കിൽ നിർമ്മിച്ച 3 ഡോർ അലമാരയും തേക്കിൽ നിർമ്മിച്ച 2 ഡോർ അലമാരയുമാണ്. ഇത് നമുക്ക് ഇന്ന് വിശദമായി നോക്കാം. 3 ഡോറിൽ എത്ര സ്പേസ് ഉണ്ട്, 2 ഡോറിൽ എത്ര സ്പേസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് നമ്മളെ സ്ഥലം വീണ്ടും പറയുന്നത്. നമ്മളെ സ്ഥലം വരുന്നത് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിലമ്പൂരാണ് വരുന്നത്. നിലമ്പൂർ തേക്കിൻ്റെ നാടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാലോ. നമ്മളെ ഗോൾഡൻ വുഡ് എന്നറിയപ്പെടുന്ന തേക്ക് മരത്തിൽ നിർമ്മിച്ച 3 ഡോർ അലമാരയും 2 ഡോർ അലമാരയുമാണ് ഇത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കമ്പാരിസണ് വീഡിയോ എന്ന് പറയാം, ഇല്ലെങ്കിൽ രണ്ട് അലമാരൻ്റെ പ്രത്യേകത അങ്ങനെ നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. നമ്മളെ ഈ 3 ഡോർ അലമാരയും 2 ഡോർ അലമാരയും സെയിം മോഡലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിക്ക് നമ്മൾ കണ്ണൂർ ഒരു വീട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനിയുണ്ട് ഇതിൻ്റെ ബാക്കി, ഇനിയുണ്ട്. ഒരു വീട്ടിലേക്കുള്ള മൊത്തം അലമാര കട്ടിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈ 2 പണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ടായതുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യാണ്. നിങ്ങൾ ഇതന്നെ നോക്കൂ, സെയിം മോഡലാണ്. ഡോറിൻ്റെ മോഡൽ, ഈ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാ ഈ റൂട്ടർ എന്നാണ് പറയുക. റൂട്ടർ അടിക്കുക, അതിൻ്റെ സെയിം മോഡൽ. ഓവറോൾ ലുക്ക് രണ്ടും സെയിം ആണ്. ഒന്ന് 3 ഡോറാണ്, ഒന്ന് 2 ഡോറാണ്. അതാണ് ഇതിലെ വ്യത്യാസം. നമ്മളെ അലമാര ആയാലും കട്ടിലായാലും നമുക്ക് പണിക്കാർ എന്ന് പറഞ്ഞാൽ മലയാളീസാണ്, നാടൻ പണിക്കാരാണ്. അല്ലാതെ മറ്റുള്ളവരെ പോലെ ബംഗാളീസ് തട്ടിക്കൂട്ടി പരിപാടിയൊന്നുമല്ല നമ്മളെ പണി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾ വേറെ പ്രൊഡക്ട്സിൻ്റെ നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, നമ്മളത് ഈ മുക്കൊക്കെ വെട്ടിയിട്ട് നല്ല വൃത്തിക്കാണ് ഡോറ് ചെയ്യുക. ഈ ഡോർ ചട്ടം കണ്ടില്ലേ, ഇതിൻ്റെ ആയാലും ഈ മുക്ക് വെട്ടിയിട്ടാണ് ചെയ്യുക. അത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതാണ് കാണുമ്പോൾ. ഒരു കാണാൻ രസം, പഴയ നമ്മളെ മഹിമ കിട്ടണമെന്നുണ്ടെങ്കിൽ. മറ്റേതൊരു പെട്ടിക്കൂട് അടിച്ചു വെച്ച മാതിരിയാവും ഇത്. ഇതിന് നമുക്ക് മരത്തിൻ്റെ ഹാൻഡിലാണെങ്കിൽ വെക്കാം, സ്റ്റീലിൻ്റെ വെക്കാം. അതിൻ്റെ മാറ്റടി കഴിഞ്ഞിട്ടില്ല, അത് പോളിഷ് സീലർ ഫിനിഷിങ്ങിൽ നിൽക്കുകയാണ്. സീലർ ഫിനിഷിങ്ങിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി സ്പ്രേ ഗണ്ണിൽ മാറ്റാക്കിയിട്ട് ഇത് മൊത്തത്തിൽ അടിക്കും. ഇത് നമ്മൾ ഇതിൻ്റെ മുന്നൊരു 4 അടി കഴിഞ്ഞ വീഡിയോയിൽ ഈ 2 ഡോർ നമ്മൾ റിവ്യൂ ചെയ്തതാണ്. പക്ഷേ അത് ഈ മോഡലല്ലായിരുന്നു. അതിന് സൈഡ് പലക നമ്മൾ 3/4 ഇഞ്ചായിരുന്നു അതിൻ്റെത്. ഇതിൻ്റെ നോർമലാണ്, 1/2 ഇഞ്ചാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്തതിൻ്റെ അത്ര പ്രൈസ് ഇതിന് വരത്തില്ല. 3/4 ഇഞ്ചാകുമ്പോൾ കുറച്ച് പ്രൈസ് ഹൈ ആവും. ഇതിന് 1/2 ഇഞ്ചാകുമ്പോൾ കുറച്ച് കുറയും. പിന്നെ നിങ്ങൾ ഷോപ്പിൽ പോയി ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല റേറ്റ് വരും ഈ മോഡൽസിന്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നല്ല ഹൈറ്റുള്ള മോഡൽസാണ് ഇത് രണ്ടും. നമുക്ക് വരുന്ന നമ്മൾ ഉൾവശം നോക്കാം. ഇതിൻ്റെ മൊത്തത്തിൽ ഓവറോൾ ലുക്ക്, ഉൾവശം രണ്ട് അലമാരയുടെയും ഉൾവശം തുറന്ന് കാണിക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് 2 ഡോറുമെന്ന് തന്നെ തുടങ്ങാം. 2 ഡോറിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ താഴെ 2 അതിൽ നമുക്ക് ഇവിടെ ഒരു ഹാങ്ങിങ് സ്പേസ് ആണ് വരുന്നത്, ഇവിടെ ഡ്രസ്സൊക്കെ തൂക്കിയിടാൻ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇതേപോലത്തെ തട്ട് വെടി അടിക്കാം, അതിന് പ്രശ്നമില്ല. നിങ്ങളെ കസ്റ്റമേഴ്സിന് പ്രിഫറൻസിനനുസരിച്ചാണ് നമ്മൾ ഇത് വരുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കൈയിട്ട് നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മളത് ഉണ്ടാവില്ല. പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മളെ അടുത്തുനിന്ന് തന്നെ വാങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങളെ അടുത്തുള്ള കടയിലൊക്കെ പോയി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. പിന്നെ നമുക്ക് ഇനി 3 ഡോറിൻ്റെ നോക്കാം. 2 ഡോറിൽ നമുക്ക് ഇത്ര സ്പേസ് വരുന്നുള്ളൂ. ഇനി 2 ഡോർ നോക്കാം. 2 ഡോറിൽ വരുന്നത് കണ്ടോ, 1 2 3. ഇവിടെ ഈ കസ്റ്റമർ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ്, നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേന്ന് നോക്കൂ. ഇവിടെ തട്ടടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൂടുതൽ സ്റ്റോറേജ് കിട്ടി. ഇതിൻ്റെ സെൻറ്ററിലാണ് ഹാങ്ങിങ് സ്പേസ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഹാങ്ങിങ് സ്പേസ് ആക്കാം, എന്നിട്ട് ഇവിടെ മാത്രമേ ഈ ഡ്രോ ഒഴിവാക്കിയിട്ട് ഇവിടെ മൊത്തത്തിൽ ഹാങ്ങിങ് സ്പേസ് ആക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം കസ്റ്റമേഴ്സിന് നമ്മൾ അത് ചെയ്തു തരും. ഇവിടെയും കണ്ടില്ലേ, ഇവിടെയും
സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ്. നമ്മൾ 3 ഡോർ ആകുമ്പോൾ 3 ഡോർ 5 ഫീറ്റിലും ഉണ്ടാക്കും, 5 ഫീറ്റ് ആൻഡ് ഹാഫ്, 5 അടിയിലും ഉണ്ടാക്കും, 5.5 ഉണ്ടാക്കും. 2 ഡോർ പിന്നെ 4 ഫീറ്റിലാണ് ഉണ്ടാക്കാറ്. 5 ഫീറ്റിൽ എന്ന് പറയുമ്പോൾ 5 ഫീറ്റിൽ വേറൊരു വിലയും 5 ഫീറ്റ് ആൻഡ് ഹാഫ് ആകുമ്പോൾ മറ്റൊരു വിലയാവും. അതാണ് പ്രത്യേകത വരുന്നത്. നമ്മള് പിന്നെ എല്ലാ അലമാരയ്ക്കും നമ്മളെ മൾട്ടി ലോക്കാണ് കൊടുക്കാറ്. നമുക്ക് ഓവറോൾ ലുക്ക് ഒന്ന് കമ്പാരിസൺ ചെയ്യാം. ഓവറോൾ ലുക്ക് ഇതാ, സെയിം മോഡൽ തന്നെ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും എല്ലാത്തിലും പറഞ്ഞ പോലെ നമ്മളെ ഈ 3 ഇഞ്ച് 3 ഇവിടെ കൊടുത്തിട്ട് ഒരു പോസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് അവിടെ അങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഫുള്ള് ഫിനിഷിങ് ആക്കി കൊടുക്കും. അതേപോലെ തന്നെ ഈ 3 ഡോറിനും അത് തന്നെ വരുന്നത്. സെയിം ഹൈറ്റ് ആയാലും സെയിം ആണ്. ഇത് ഒരേ വീട്ടിൽ തന്നെയാണ്. ഇത് നമ്മളെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 80 ഇഞ്ച് 81 ഇഞ്ച് അലമാരൻ്റെ ഹൈറ്റ് വരും. AADൻ്റെ അടുത്ത്. AAD എന്ന് പറയുമ്പോൾ 84 ഇഞ്ചാണ് AAD വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് അത്ര വരുന്നുണ്ട്. ഇത് 81 വരുന്നത്. ഞാൻ അടുത്ത നമ്മളെ യൂട്യൂബ് കസ്റ്റമർക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു അലമാരുണ്ട് AAD ഹൈറ്റിലില്ല. അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ കൊണ്ടുവരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമല്ല, നിങ്ങൾ ഈ കടയിലൊക്കെ നിങ്ങൾ പോകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കടയിൽ ചെന്നിട്ട് എങ്ങനെ നിങ്ങൾ ഫുൾ കാതലിൽ വേണം, ഫുൾ ഇതിൽ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഫുൾ കാതലിൽ നിങ്ങൾ എവിടെ പോയി നോക്കിയാലും ഫുൾ കാതലിൽ ആർക്കും പ്രൊഡക്റ്റ് കിട്ടില്ല. കിട്ടും, അതിനുള്ള വില കൊടുക്കണം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നമുക്ക് കിട്ടിയ ഒരു കസ്റ്റമറുടെ ഒരു അലമാര 3 ഡോർ അലമാര AAD ഹൈറ്റിൽ ഒന്ന് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത വീഡിയോയിലൂടെ. പോളിഷ് ചെയ്യാതെ എൻ്റെ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലോ എവിടെ ഒരു വെള്ളമില്ല, അതൊരു നൂല് വെള്ളമില്ലാതെ പോലും. പക്ഷെ നമ്മൾ നോർമൽ പ്രൈസിൽ കൊടുക്കുമ്പം ഒരു 90% കാതലും 10% വെള്ള കുറച്ച് വരും. അത് ആരതായാലും വരും. പിന്നെ നിങ്ങൾ പോയിട്ട് കടയിൽ ഷോപ്പിൽ പോയിട്ട് അവർ പലതും പറയും. അവർ കച്ചവടത്തിന് വേണ്ടി എന്തും പറയും. നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോൾ നമ്മളെ അടുത്ത് നിന്ന് തന്നെ എടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. വെള്ള അധികം ഉണ്ടാവരുത് അലമാരയായാലും കട്ടിലായാലും. ഒരു 90% കാതൽ ഉറപ്പ് വരുത്താൻ നോക്കണം. 100% പിന്നെ അങ്ങനെ ഒന്നും നമുക്ക് ഫുള്ള് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ച് അധികം ആൾക്കാർക്കും നമ്മളെ കേരളത്തിലെ ഇത് വെച്ച് നോക്കുമ്പോൾ അധികം ആൾക്കാർക്കും ആ പ്രൈസ് റേഞ്ച് താങ്ങത്തില്ല. അപ്പം ഒരു 90%, കുറച്ച് നല്ല 90% കാതൽ എന്ന് മീൻസ് ഗ്രൈൻസ് വരുന്ന വുഡ് തന്നെ എടുക്കാൻ നോക്കുക. വുഡ് നമ്മൾ നമ്മൾ അലമാരയായാലും കട്ടിലായാലും എന്തായാലും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എടുക്കരുത്. നമുക്ക് സാധനം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 3 ഡോർ ആയാലും 2 ഡോർ ആയാലും അലമാരയായാലും കട്ടിലായാലും കിച്ചൺ ടേബിൾ ആയാലും നോർമൽ ടേബിൾ ആയാലും കോർണർ സെറ്റ് ആണെങ്കിലും നമ്മൾ നോക്കിയിട്ട് കഴിയണതും പോയി നോക്കി എല്ലായിടത്തെ വുഡിൻ്റെ കണ്ടീഷനിലാണ് മരത്തിൻ്റെ ക്വാളിറ്റി കിടക്കുന്നത്. നമ്മളിനി അടുത്തതായി കസ്റ്റമേഴ്സ് പോയി വുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ വുഡിൻ്റെ അലമാര പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ തേക്കിൻ്റെതാവുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വുഡ് ക്വാളിറ്റി ഉള്ള വുഡാവണം. ക്വാളിറ്റി മീൻസ് ഈ മൂക്കാത്ത മരം കൊണ്ട് ഉണ്ടാക്കിയ അങ്ങനത്തെ ഒന്നും ആവരുത്. ഈ വില കുറഞ്ഞ് കിട്ടുന്നുണ്ടോ ഷോപ്പിൽ, അത് മൂക്കാത്ത മരം കൊണ്ടും വണ്ണല്ലാത്ത മരത്തുമെന്ന് പിടിച്ചതും അതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ അലമാരൻ്റെ സൈഡ് വിലയൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ കാട്ടിത്തരാം. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ഡോറിൻ്റെ സൈഡ് വിലയൊക്കെ കാട്ടിത്തന്നുണ്ട്. 7 ഇഞ്ച് വീതിൻ്റെ നമ്മളെ പലക. 7 ഇഞ്ച് വീതിയിൽ കാതൽ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 12 ഇഞ്ച് വീതിയിലെ ഒരു സ്ക്വയറായ പീസ് കിട്ടണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ വുഡിൻ്റെ വണ്ണൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ഈ 3 പലക ഇടുമ്പോൾ തന്നെ നമ്മളത് ഫിനിഷ് ആവും. പക്ഷെ മറ്റുള്ളവരത് അങ്ങനെയല്ല, 4 വരും.
ഈ 4ആവുമ്പോൾ എന്താന്ന് വെച്ചാൽ ഈ വെണ്ണമില്ലാത്ത മരത്തിൽ വന്നാണ് അവർ പിടിക്കുന്നത്. ഇനിയിപ്പോൾ അവർ ബെഡിൻ്റെ ആയാലും എല്ലാം വെണ്ണമില്ലാത്ത ഇതിമെന്ന് പിടിച്ചിട്ട് അതാണ് കിട്ടുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലോങ് ലാസ്റ്റിങ് കിട്ടും വുഡിന്. അതാണ് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്. വുഡ് പർച്ചേസ് ചെയ്യുമ്പം നല്ലോണം ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് എടുക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ പോയി എടുക്കുമ്പോൾ എവിടെയും പെടരുത്. പിന്നെ അർജൻറ്റ് കൂട്ടി എവിടെയും പോയി സാധനം എടുക്കരുത്. നിങ്ങൾ കണ്ട് പറ്റി നല്ലോണം നോക്കിയിട്ട് എടുക്കുക. എന്നാലേ നമുക്ക് നല്ല സാധനം കിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു വുഡ് ഒരു ഒരു പ്രൊഡക്റ്റ് തിരയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു മാസം മുന്നേ തിരഞ്ഞ് നോക്കി എടുത്താൽ അത്രയും നന്നാവും. കാരണം നമ്മൾ നല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ് ഈ വുഡിൻ്റെ. തേക്ക് എന്ന് പ്രത്യേകിച്ച് പറയുമ്പം ഈ ഗോൾഡൻ വുഡിന് നമ്മളെ നോർമൽ വുഡിനെ അപേക്ഷിച്ച് പൈസ കൂടുതലാണ്. അപ്പോൾ നല്ലോണം നോക്കി തിരഞ്ഞ് നമുക്ക് ജെന്യൂനിറ്റി തോന്നുന്ന സാധനം മാത്രം എടുക്കുക, അല്ലാതെ നമ്മൾ എടുക്കരുത്. ഞാൻ പറയുമ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിനോട് ഞാൻ വിളിക്കുമ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങോട്ട് വരാൻ കഴിയുന്ന നിലമ്പൂരിലോട്ട് വരാൻ കഴിയുന്നവരാണെങ്കിൽ വരണം എന്നാണ് ഞാൻ പറയാറ്. കാരണം എന്താ വെച്ചാൽ കണ്ട് ബോധ്യപ്പെട്ടിട്ട് എടുക്കുന്നതാകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്, കാണുന്ന അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം നമ്മളെ വുഡിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ മലപ്പുറം നിലമ്പൂർ എത്തിയിട്ട് നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മളെ ലൊക്കേഷനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ നമ്മളെ മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ട് നിങ്ങൾക്ക് വരാം. കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എടുത്താൽ മതി. നോക്കണം വുഡ് ആരുടെ അടുത്തു നിന്നായാലും, ഇപ്പം എൻ്റെ അടുത്തു നിന്നായാലും ആരുടെ അടുത്ത് നിന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിലും നോക്കിയിട്ടേ എടുക്കാൻ പാടുള്ളൂ. നമ്മളെ കൂടുതൽ വീഡിയോസ് കാണാനും ഇങ്ങനെ വുഡിൻ്റെ റിലേറ്റീവായ വീഡിയോസും ഒക്കെ കാണാനായിട്ട് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടിയവരെല്ലാവർക്കും നമ്മൾ റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. പിന്നെ ആവശ്യക്കാരുണ്ടാവും. ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സ് ആയാലും ആരായാലും എനിക്ക് ഇന്ന സാധനമാണ് എവിടുന്ന ഇപ്പം നല്ലത് കിട്ടുക, അങ്ങനത്തെ അവർക്കൊക്കെ നിങ്ങളൊന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് വരുള്ളൂ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മെയിൻ. നമ്മൾക്കിവിടെ EMI സൗകര്യം അവൈലബിൾ ആണ് കേട്ടോ. EMI ആയിട്ട് സാധനം എടുക്കണം എന്നുണ്ടെങ്കിലും നമ്മളിവിടെ സൗകര്യമുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് EMI ആയിട്ടും സാധനങ്ങൾ എടുക്കാം. പിന്നെ ഒരു മെയിനായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാമല്ലേ, നിങ്ങൾക്ക് EMI ആയി എടുക്കുന്നതിലേറെ ഉപരി നല്ലത് എന്ന് പറഞ്ഞാൽ റൊക്കം കൊടുത്ത് വാങ്ങുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റും ഇപ്പോൾ ഈ ഫോണായാലും എന്തായാലും നമ്മൾ വിചാരിക്കും EMI ആയിട്ട് നമുക്ക് സാധനം കിട്ടുമല്ലോ, നമുക്ക് നോ കോസ്റ്റ് EMI ആണ്, ഇതില്ല, ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ഇത് പറയേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു അവയർനെസ് നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മളെ കൊടുക്കുന്നവർക്കൊരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ ഒരു 3 ഡോർ അലമാരക്ക് 10,000 ആണെന്ന് വിചാരിക്കും, 10,000 ആണെന്ന്. ഈ EMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ എല്ലാ സാധനത്തെ എന്ത് പ്രൊഡക്റ്റ് ആയാലും 10% അതിമ ഈടാക്കും. പിന്നെ പ്ലസ് 800 റുപ്പീസാണ് നമ്മളെ സർവീസ് കോസ്റ്റ് പറഞ്ഞാണ്ട് അതിൽ പിടിക്കുന്നത്. അതിലിപ്പോൾ ഇത് 10,000 റുപ്യേൻ്റെ ആണെങ്കിൽ 10% പറഞ്ഞാൽ 1000 ആയില്ലേ, 1000 രൂപയായില്ലേ. അപ്പോൾ ഈ എല്ലാ ഷോപ്പിലും ഇനിയിപ്പോൾ ഫോണായാലും എന്തായാലും EMI ഉള്ളിടത്ത് പ്രൊഡക്റ്റിൻ്റെ വില ഇടുക എന്ന് പറഞ്ഞാൽ ഈ 10% കൂട്ടിയിട്ടേ ഇടുള്ളൂ. അപ്പോൾ നിങ്ങൾ EMIയിൽ സാധനം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 10% കൂട്ടിയിട്ടായിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇടുക. EMI ഇല്ല എടുത്തിട്ടോ, ഇല്ല എല്ലാ കടകളിൽ നിന്ന് മീൻസ് ഇനിയിപ്പോൾ അലമാര ആവട്ടെ, ഫ്രിഡ്ജ് ആവട്ടെ, ഫോണാവട്ടെ, എന്തായാലും EMI അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പരമാവധി കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക, റൊക്കം കൊടുത്തിട്ട്. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ നമുക്കില്ലല്ലോ, EMI ആയിട്ട് തവണയായിട്ട്. പിന്നെ പ്രശ്നമല്ല, ഇനിയിപ്പോൾ 10,000 രൂപയുടെ ഒരു സാധനം ആകുമ്പോൾ 1000 കൂടുതൽ വരുള്ളൂ, അതിലേറെ ഒന്നും വരില്ല. നമുക്ക് തവണയായിട്ട് അടച്ചാൽ മതി. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അങ്ങനെ ഒരു സുഖമുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് ഒരു പ്രൈസ് നമ്മളെ മേത്തുനിന്ന് പോവില്ല.
അങ്ങനെയൊക്കെ നോക്കുമ്പോൾ EMI ഒരു 1000 കൊടുത്തെന്ന് വിചാരിച്ച് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് സ്വന്തം കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടും EMI എടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും ഇത് സിംഗിളായിട്ട് ഓരോ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ കാട്ടി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരും അടുത്ത വീഡിയോയിലൂടെ. നിങ്ങൾ പറയാം ഇനി എന്താണ് വേണ്ടത്, കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളെ റെസ്പോൺസ് അറിയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇനി എന്താ വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ബോക്സ് കട്ടിലാണോ, കിച്ചൺ ടേബിളാണോ, അങ്ങനെ എന്ത് ചെയ്യണം, ചെയറാണോ, കട്ടിലാണോ ഒക്കെ ചെയ്യേണ്ടത് എന്താന്ന്. പിന്നെ മാക്സിമം എല്ലാവരിലേക്കും നമ്മളെ വീഡിയോ എത്തിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ വെക്കാൻ മറക്കരുത്. എന്നാലേ നമ്മളെ പുതിയ പുതിയ വീഡിയോ വരുന്നത് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അവെയർനെസ്സും നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചും. ഇനിയിപ്പോൾ നിങ്ങൾ പറയും നമ്മൾ വീഡിയോ ഇങ്ങനെ റിവ്യൂ ചെയ്താൽ മാത്രം മതിയോ, അതോ എങ്ങനെ നോക്കണം, ഇനി ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണ്ട എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണോ വീഡിയോ ചെയ്യേണ്ടത്, അതോ അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ മാത്രം പറഞ്ഞു പോയാൽ മതിയോ എന്നും കൂടെ നിങ്ങളൊരു കമൻറ്റിലൂടെ അറിയിക്കൂ. നമുക്ക് അതിനനുസരിച്ച് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം. നമ്മൾ അലമാറിൻ്റെ സൈഡ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോൾ നമ്മളെ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ടപ്പോൾ കാണിക്കാതെ, നിങ്ങൾക്ക് എത്തിക്കാതെ ഒരു മനസ്സിനൊരു ഇത് വന്നു, നിങ്ങൾക്കിത് കാണിക്കാന്നില്ലേ. ഇത് കണ്ടില്ലേ, നമ്മൾ പ്രൊഡക്റ്റിന് എന്തെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് വലക കൊടുക്കുമ്പോൾ തിരഞ്ഞ് നോക്കി സെയിം ഡിസൈൻ ആക്കിയിട്ടാണ് പരമാവധി നമ്മൾ കൊടുക്കുക. ഒരേ വുഡിൻ്റെ ഇത് നോക്കൂ നിങ്ങൾ, കാണാൻ ഒരൊറ്റ പലക നിൽക്കുന്ന പോലെയല്ലേ, സെയിം. നമ്മളെ തേക്കൂടിൻ്റെ, നിലമ്പൂർ തേക്കൂടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാ ഗ്രൈൻസ് എന്ന് പറഞ്ഞാൽ പക്ക ഗ്രൈൻസ് ആക്കാരം, കാണാനൊരു വെറൈറ്റി ലുക്കാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾ നോക്കൂ, ഒരൊറ്റ പലക വെച്ച മതിരല്ലേ നിങ്ങൾക്ക് തോന്നുന്നേ ഇത് കണ്ടിട്ട്. അതേപോലെ തന്നെ നമ്മളെ 4 ഫീറ്റിൻ്റെ ആയാലും ഇതാ സെയിം പലക ഇട്ട മതി. നമ്മൾ പരമാവധി മാക്സിമം നമ്മൾ അങ്ങനെ നോക്കുക. മേ ബി ചിലപ്പോൾ ഒരു പലകയൊക്കെ ഡിഫറൻസ് വന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പരമാവധി അങ്ങനെ ഒരേ കളറിൽ ഒരേ ഇതിൽ വരുന്ന മാച്ചാക്കിയിട്ട് വുഡ് ഇടാൻ ശ്രമിക്കാറ്. അപ്പം അങ്ങനെയൊക്കെയാണ്. നമ്മൾ കണ്ടില്ലേ, നമ്മളെ ഓൾറെഡി നമ്മളെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഞാനൊരു 6 അടിൻ്റെ അടുത്തുള്ള ഒരു പേഴ്സണാണ് ഞാൻ ഹൈറ്റ്. ഷിൻഡിലാറ എത്ര ഉണ്ട് നോക്കൂ ഈ അലമാര. അത്രയും യൂട്ടിലിറ്റി ഇതിൽ കൊള്ളുമെന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടേ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം, എത്ര കൊല്ലം നിന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ ഈ ബോർഡിൻ്റെ അലമാരയൊക്കെ ആകുമ്പോൾ ബോർഡിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് 5 കൊല്ലം അതിലേറെ ആ പ്രൊഡക്റ്റ് ഒന്നും നിൽക്കില്ല. കാണുമ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു കൊല്ലം അതിൻ്റെ അകത്ത് എളുക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ വെള്ളമാവുന്നതോടുകൂടി അതിൻ്റെ കഥ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ ആ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ ഇളകും, അതിളകും, ഇതിളകും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. നമുക്ക് വുഡിലാവുമ്പോൾ ആ പ്രശ്നമൊന്നും വരില്ല. പ്രൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും 5 കൊല്ലം കൂടുമ്പോൾ 2 അലമാര 2 ഇത് വാങ്ങണ പൈസ ആവുള്ളൂ. എങ്ങനെ ഒരൊറ്റ വട്ടം നമ്മൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കണ്ട. കുറേ കാലത്തിന്, കുറേ എന്നല്ല, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര നിൽക്കും. ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. വുഡാണ്, നിങ്ങൾക്കറിയാലോ, പഴയ വീടുകളിലൊക്കെ യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നിലയൊക്കെ വുഡിലായിരുന്നു. വുഡ് എന്ന് പറയുമ്പോൾ നമ്മളെ വുഡ് എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഇല്ല, നല്ല മൂത്ത മരത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഗ്രെയിൻസ് ഇത്ര വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൂത്ത മരം വെച്ച് ഉണ്ടാക്കുമ്പോഴേ ഇത്ര ഗ്രെയിൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ വീണ്ടും പറയുകയാണ്, നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മളിപ്പം കൂടുക, എല്ലാവർക്കും നമ്മളെ വീഡിയോ അയച്ചു കൊടുക്കുക.